നമ്മുടെ താത്താമാർ കാറ് പഠിക്കാൻ വേണ്ടി ആശാൻ്റെ അടുത്തൊക്കെ പോകും. ബർക്കത്തായിട്ട് ആശാൻ കൈയുടെ മോളി വെച്ചിട്ട് മോളെ അങ്ങോട്ട് പിടി മോളെ, ഇങ്ങോട്ട് പിടി മോളെ, അങ്ങനെ തിരി മോളെ, ഇങ്ങനെ തിരി മോളെ, അല്ലേ റാഹത്തായിട്ട് ആശാൻ ആ സുന്നത്ത് മൊത്തം ഹയാത്താക്കിയിട്ട് ഇവിടത്തുള്ളു. ആശാൻ ആ ഭാഗ്യം കിട്ടി, വല്ലാത്ത ഭാഗ്യം തന്നെ. ഇങ്ങനെയൊക്കെ പിടിച്ച് കായുടെ പാവം എല്ലാം പൊറുക്കും അതോടുകൂടി. പെണ്ണുങ്ങളെ ഡ്രൈവിംഗ് ക്ലാസ്സിൽ വിടണം, അവർ വിടണം. ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ താത്താമാരെ തലയിൽ തുണിയിട്ട് ആശാൻ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച് വണ്ടി ഓടിക്കുന്നത്. നമുക്കിത് കണ്ടിടാൻ പിടിക്കുമോ? നമുക്കിത് കണ്ടാൽ പിടിക്കുമോ? അത് പാടില്ലല്ലോ. അത് കൈകൾ തമ്മിൽ ചേർത്ത് പിടിച്ചെങ്കിലേ കൽബുകൾ തമ്മിൽ അടുക്കുള്ളൂ. അതറിഞ്ഞൂടെ? ഹദീത്ത് പറഞ്ഞു തരാം. അതിനാണ് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കൈ ചേർത്ത് പിടിക്കണമെന്ന് പറഞ്ഞത്. നമ്മുടെ ഭാര്യയുടെ കൈക്ക് പിടിച്ച് എത്ര ദിവസമായി ചോദിച്ചു നോക്ക്. ഇപ്പോൾ കട്ടണം മാറ്റി ഇപ്പോൾ പറയും ഉസ്താദെ 7 വർഷമായിക്കോണം അയാൾ എൻ്റെ കൈക്ക് പിടിച്ചിട്ട്. പിന്നെ ഒന്ന് പിടിച്ചു കിടക്കി, എന്നെ 2 ഇടിയിടിക്കാൻ വേണ്ടി പിടിച്ചായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുമ്മ അഖദ ബികഫിഹാ, നീ നിന്റെ ഭാര്യയുടെ കൈക്ക് കയറി പിടിച്ചാൽ ഇങ്ങനെ പിടിക്കണം. തസാഖത്തത് ദുനൂബുഹുമാ മിൻ ഖിലാലി അസ്വാബിഇഹിമാ, ഇവരുടെ 2 പേരുടെ കൈ വിരലുകൾക്കിടയിലൂടെ പാവങ്ങൾ കൊഴിഞ്ഞു പോകുമെന്ന് നബീന റസൂലുള്ളാഹി. ഫ്രീ ആയിട്ട് പാവം ഡിലീറ്റ് ആക്കാൻ ഒരേ ഒരു വഴി, വാത് കഴിഞ്ഞ് പോകുമ്പോൾ ഭാര്യയുടെ കൈക്ക് പിടിച്ച് ചേർന്ന് നില്ലടി പാവം, നമുക്ക് അറിഞ്ഞൂടായിരുന്നു ഇത്രയും നാൾ, നീ പൊരുത്തപ്പെട്ട് വരണം കേട്ടോ. വല്ലവൻ്റെയും കെട്ടിയോളെ കയറി പിടിച്ചേക്കല്ലേ. നമ്മുടെ സ്വന്തം ഭാര്യയുടെ കൈ കയറി പിടിച്ച് സന്തോഷമായിട്ട് റോഡിൻ്റെ സൈഡിൽ കൂടെ കൊണ്ടുപോയില്ല ഉസ്താദെ. കാറിൽ വന്നവരാണെങ്കിൽ അവളെ ഫ്രണ്ട് സീറ്റ് ഇരുത്തിയിട്ട് ആ കൈയെടുത്ത് ഗിയർ ലിവറിൻ്റെ മുകളിലോട്ട് എടുത്ത് വേ. എന്നിട്ട് ഫസ്റ്റ് ഇങ്ങോട്ടാ കേട്ടോ, സെക്കൻഡ് ഇങ്ങോട്ടാ, തേർഡ് ഇങ്ങോട്ടാ. എൻ്റെ പൊന്നിക്ക എത്ര വർഷമായിട്ട് ഈ കാറിൽ കയറിയിട്ട് ഇന്ന് വരെ എൻ്റെ കൈ ഇങ്ങനെ എടുത്ത് വെച്ചെന്ന് പറഞ്ഞു തന്നില്ലല്ലോ. എത്ര വർഷമായി. എന്നാ ഉസ്താദ് വന്ന് പറഞ്ഞത് കൊണ്ടാണല്ലോ ഇത്. ഇനിയും ഒരുപക്ഷെ എൻ്റെ പെണ്ണുങ്ങളെ നിങ്ങളുടെ അടുത്ത് ഇനി അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കണം, ഇക്ക എങ്ങനെ ഇക്ക ഗിയർ ഇടുന്ന ഒന്ന് കൈകെട്ടി വെച്ചെന്ന് പഠിപ്പിച്ചേക്ക. ഇതിപ്പോൾ നമ്മുടെ താത്താമാർ കാറ് പഠിക്കാൻ വേണ്ടി ആശാൻ്റെ അടുത്തൊക്കെ പോകും. ബർക്കത്തായിട്ട് ആശാൻ കൈയുടെ മോളി വെച്ചിട്ട് മോളെ അങ്ങോട്ട് പിടി മോളെ, ഇങ്ങോട്ട് പിടി മോളെ, അങ്ങനെ തിരി മോളെ, ഇങ്ങനെ തിരി മോളെ, അല്ലേ റാഹത്തായിട്ട് ആശാൻ ആ സുന്നത്ത് മൊത്തം ഹയാത്താക്കിയിട്ട് ഇവിടത്തുള്ളു. ആശാൻ ആ ഭാഗ്യം കിട്ടി, വല്ലാത്ത ഭാഗ്യം തന്നെ. ഇങ്ങനെയൊക്കെ പിടിച്ച് കായുടെ പാവം എല്ലാം പൊറുക്കും അതോടുകൂടി. പെണ്ണുങ്ങളെ ഡ്രൈവിംഗ് ക്ലാസ്സിൽ വിടണം, അവർ വിടണം. ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ താത്താമാരെ തലയിൽ തുണിയിട്ട് ആശാൻ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച് വണ്ടി ഓടിക്കുന്നത്. നമുക്കിത് കണ്ടിടാൻ പിടിക്കുമോ? നമുക്കിത് കണ്ടാൽ പിടിക്കുമോ? അത് പാടില്ലല്ലോ. അതവിടെ മുസ്ലിം പെണ്ണുങ്ങളെ മുസ്ലിം ഡ്രൈവിംഗ് ക്ലാസ്സിൽ വിടണം, ഇല്ലയോ? അതാണ് വേണ്ടത്. നമ്മൾ അവരെന്തിനാ വിടാൻ പോകുന്നത്? ഞാൻ ഒരു കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ആ കൈ പിടിച്ചിട്ട് അവൾ ഗിയർ ലിവറിൽ ആശാൻ വെച്ച് കൊടുക്കും. അതാണ്ട് ആ കൈ ഇങ്ങോട്ട് എടുത്ത് പോയി നല്ല പൊസാന്നിരിക്കും. അയാൾക്ക് ഗിയർ എങ്ങോട്ടാണ് വിടുന്നത് അയാൾക്ക് തന്നെ അറിഞ്ഞൂടാ സംഭവം. കാലം അങ്ങനെ ഹബീബേ, കാലം അങ്ങനാണ്. അല്ലാ പടച്ചവൻ കാട്ടെ. ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ട്, ഞാൻ ഒന്നും പറയുന്നില്ല. എനിക്ക് ചിരിയും വരും, വിഷമവും വരും ഒരുപാട്. ഞാനീ പറയുന്നത് ഹക്കേ കണ്ടതേ പറയുള്ളൂ കേട്ടോ. ഞാൻ ഇൽമിൻ്റെ മജ്ലിസിൽ ഇരുന്ന് പറയാണ്. ഞാൻ വെറുതെ ചിരിക്കാനും വേണ്ടിയൊന്നും ഞാൻ പറയില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഓരോ അനുഭവങ്ങൾ ഇങ്ങനെ കുറിച്ച് വെക്കും. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ പറയും. എവിടെ സ്ഥലമൊന്നും പറയില്ല, അതേ ഞാൻ പറയുള്ളൂ. കാരണം അള്ളാഹുവിൻ്റെ മുന്നിൽ ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഒരു കള്ളമാണെങ്കിലും പറയാൻ പാടില്ല. ആളുകൾ ചിരിക്കാൻ വേണ്ടി ഒരു തമാശയ്ക്ക് ഒരു കള്ളം പറയുന്നവന് നരകമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. വൈലുൽ ലിമൻ യുഹദ്ദിസു ലിയുൽഹികൽ ഖൗമ വൈലുൽ ലഹു വൈലുൽ ലഹു വൈലുൽ ലഹു. 3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി ഒരു കള്ളം പറഞ്ഞ് ചിരിപ്പിച്ചാൽ 3 പ്രാവശ്യം നബി തങ്ങൾ പറഞ്ഞു അവന് നരകം. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരിക്കലും ഞാൻ ഇന്നത്തെ സാഹചര്യം പറഞ്ഞതാണ്. അപ്പോൾ ഒരു നർമ്മത്തിലൂടെ അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്കും ചിരിക്കുമ്പോൾ ഉറക്കവും വരില്ല, നിങ്ങൾ ചിരിക്കുന്ന കാണുമ്പം എനിക്കും സന്തോഷം ഉണ്ടാവും. ഇല്ല ഉസ്താദെ? നിർത്താറായോ? ഇല്ല ഉസ്താദിനെ സുബഹി നിസ്കരിപ്പിക്കണ്ടേ? പ്രാസംഗികന്മാർക്കൊന്നും സുബഹിയില്ലല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവേ പടച്ചവനെ, അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പം നമ്മൾ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവമാണ് ഞാനീ പറഞ്ഞു വരുന്നത്. നബിതങ്ങളുടെ ഷമായിലാണ്. നബിതങ്ങളുടെ ആ പരിശുദ്ധമായ മുബാറക്കായ ആ മാസത്തിൽ നമുക്ക് നബിതങ്ങളുടെ സ്വഭാവം ഇതായിരുന്നു. അങ്ങോട്ട് സലാം പറയും, കൈ കൊടുക്കും. അപ്പോൾ ഈ കൈകൾ തമ്മിൽ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്നേഹം, ആ ഒരു ബന്ധം, അതാണ്
കാന യബ്ദഉ മൻ ലഖിയഹു ബിസ്സലാം വമാ അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റജുലുൻ ബിയദിഹി ഫയുർസില യദഹു ഹത്താ യുർസിലഹുൽ ആഖർ. ആരെങ്കിലും നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ കൈക്ക് വന്ന് മുസാഫഹത്ത് ചെയ്ത് കൈയൊന്ന് ചേർത്ത് പിടിച്ചാൽ അല്ലാഹുവിൻ്റെ റസൂൽ വമാ അഖദ റസൂലുള്ളാഹി യദഹു, അല്ലാഹുവിൻ്റെ റസൂൽ കൈ വലിക്കൂല ഹത്താ യുർസിലഹുൽ ആഖർ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൈ പിടിച്ചവൻ കൈ വലിക്കുന്നത് വരെ നബി തങ്ങൾ അങ്ങനെ തന്നെ കൈവച്ചു കൊടുക്കുമത്രേ. ആരെങ്കിലും നബി തങ്ങളെ മുസാഫാത്ത് ചെയ്യാൻ വന്നാലേ കൈ വെച്ചു കൊടുക്കും. എന്നിട്ട് അദ്ദേഹം കൈ എടുക്കുന്നവരെ നബി അങ്ങനെ വെച്ചു കൊടുക്കും. നമുക്ക് സമയമില്ല, പെട്ടെന്ന് വേണ്ടത് പോ സ്പീഡിൽ കൈ പിടിച്ചിട്ട് അങ്ങ് പോവാണ്. നബി തങ്ങൾ അങ്ങനെ തന്നെ വെച്ചു കൊടുക്കും. അതായിരുന്നു നബിയുടെ ശൈലി. വമാ ഉദ്ന അഹദുൻ യുനഹി റഅസഹു ഹത്താ യകൂന റസൂലു ഹുവല്ലദി യുനഹി റഅസഹു. ഒരാൾ ഒരു രഹസ്യം നബി തങ്ങളോട് പറയണമെന്ന് ആഗ്രഹിച്ച് നബിയുടെ അരികിലേക്ക് വന്നാൽ അല്ലാഹുവിൻ്റെ റസൂൽ ചെവി താഴ്ത്തി കൊടുക്കുമത്രേ. ഹത്താ യകൂന റജുലു യുനഹി റഅസഹു. ആ രഹസ്യം പറയുന്ന വ്യക്തി അദ്ദേഹം തലയെടുത്തിട്ടല്ലാതെ അല്ലാഹുവിൻ്റെ റസൂൽ ചെവി മാറ്റുമായിരുന്നില്ല. പറഞ്ഞോ 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 എന്നും പറഞ്ഞ് നബി ഇങ്ങനെ വെച്ചോണ്ടേ ഇരിക്കുന്നു. നമ്മളാണെങ്കിലോ എന്താ ശരി ശരി ഓക്കെ പിന്നെ റെഡി. ഒരാൾ പറയുന്നത് മുഴുവൻ നബി കേട്ടിട്ട് ആ ചെവി മാറ്റുള്ളൂ. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വമാ ശതമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിശതീമത്തിൻ, ഒരാളെ നബി തങ്ങൾ ചീത്ത വിളിച്ചിട്ടില്ല. ഒരാളെ നബി തങ്ങൾ ചീത്ത വിളിച്ചിട്ടില്ല, തെറി പറഞ്ഞിട്ടില്ല, ആക്ഷേപിച്ചിട്ടില്ല. മാ ലറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹി ഖത്ത് വല ഇംറഅതൻ വല ഖാദിമ ഇല്ലാ യുജാഹിദ ഫീ സബീലില്ലാഹ് വമാ നീല മിൻഹു ഷൈഉൻ ഫയൻതഖിമ മിൻ സാഹിബിഹി ഹത്താ യുൻതഹക ഷൈഉൻ മിൻ മഹാരിമില്ലാഹ്. അല്ലാഹുവിൻ്റെ റസൂൽ ഒരു ഭൃത്യനെയോ ഒരു പെണ്ണിനെയോ ഭാര്യയെയോ ആരെയും അല്ലാഹുവിൻ്റെ റസൂൽ തൻ്റെ കൈ കൊണ്ട് അടിച്ചിട്ടേയില്ല. ഒരാളോട് പോലും അല്ലാഹുവിൻ്റെ റസൂൽ പ്രതികാര നടപടി സ്വീകരിച്ചിട്ടേയില്ല. ഒരാളെയും അല്ലാഹുവിൻ്റെ റസൂല് തെറി പറഞ്ഞ ചരിത്രമേ ഇല്ല. ചീത്ത വിളിച്ചില്ല. നബിയുടെ അനുയായികളാണെങ്കിൽ ഇതൊന്നും പാടില്ല. അതാ പറഞ്ഞു വന്നതർത്ഥം. അതാ പറഞ്ഞത് മാ ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലഅനത്തിൻ ലൗ ലഅൻതഹും യാ റസൂലല്ലാഹ്. നബി തങ്ങളെ ഇടിച്ചവർ, വേദനിപ്പിച്ചവർ, തെറി പറഞ്ഞവർ ലഖദ് ഉത്തിയ ലഹറുക് വ ഉദ്മിയ വജ്ഹുക് വ കുസ്റതു റുബാഇയതുക്. നബി തങ്ങളുടെ പല്ലിടിച്ചു കൊഴിച്ചവര്, മുഖത്തടിച്ചവര്, മുഖത്ത് ചവിട്ടിയവരെ കണ്ടിട്ട് സഹാബാക്കൾ പറഞ്ഞു നബിയേ ലൗ ലഅൻതഹും യാ റസൂലല്ലാഹ്, അവരെ ഒന്ന് ശപിക്കണേ നബിയേ. നബിയെ ചവിട്ടിയവരാണ് നിൽക്കുന്നത്, നബിയുടെ പല്ലടിച്ചു കൊഴിച്ചവരാണ് നിൽക്കുന്നത്, നബിയുടെ മുഖത്തടിച്ചവരാണ് നിൽക്കുന്നത്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്തിനെ കണ്ടിട്ട് സഹിക്കാൻ വയ്യ. അല്ലാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു ലൗ ലഅൻതഹും യാ റസൂലല്ലാഹ്, അവരെ ഒന്ന് ശപിക്കുമോ നബിയേ. ഹബീബായ തങ്ങളെ ഇല്ലാ ബൈതൻ തഖൂല ഇല്ലാ ഖൈറാ അല്ലാഹുമ്മ ഹ്ദി ഹാദൽ ഖൗം ഫഇന്നഹും ലാ യഅലമൂൻ. അല്ലാഹ്, ഇവരറിവില്ലാത്തവരാണ് പടച്ച റബ്ബേ. അവരറിവില്ലാതെ എന്നെ അടിച്ചതാ, എന്നെ തെറി പറഞ്ഞതാ. അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, അവർക്ക് നീ ഹിദായത്ത് കൊടുക്കണേ അല്ലാ. അങ്ങനെ അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ട് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ഇന്നമാ ബുഇസ്തു റഹ്മതൻ വലം ഉബഅസ് ലആനാ. ഒരാളെയും ശപിക്കാൻ വേണ്ടി ഞാൻ പുറപ്പെട്ടിട്ടില്ല. എല്ലാവരുടെയും റഹ്മത്ത്, കാരുണ്യ ദൂതനായിട്ടാണ് അല്ലാഹു എന്നെ നിയോഗിച്ചത്. എന്നിട്ടാ നമ്മൾ വെള്ളിയാഴ്ച പള്ളിയിൽ നിന്നുകൊണ്ട് ഗുണം പിടിക്കത്തില്ല, നീ വണ്ടി ടോറസ് കയറി മരിക്കൂടാ, നീ നിന്റെ പെണ്ണും പിള്ള മണ്ടേന്ന് വീണ് ചാവൂടാ, വെള്ളത്തിൽ മുങ്ങി മരിക്കൂടാ. ഇതൊക്കെ ഓരോ ശാപം വാക്കുകളെ പ്രാവുന്ന. ഓരോരുത്തർക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത വന്നങ്ങോട്ട് പ്രാവലും ശപിക്കലും.
എന്നിട്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ റസൂലുള്ളാഹി തങ്ങളാണ് പറഞ്ഞത്, അവനെ പ്രാവല്ലേ, അവനെ ശപിക്കല്ലേ. എന്നിട്ട് ആ റസൂലുള്ളാഹിക്ക് വേണ്ടി ഇവൻ സലാത്തി കൊല്ലുന്നു. പേടലിക്കുറ്റിക്കൊക്കെ 2 എണ്ണം കൊടുക്കാൻ ആരും ഇല്ലാതെ പോയല്ലോ. നബി തങ്ങൾ പറഞ്ഞ വാക്കല്ലേ ഇത്, ഹദീസല്ല ഇത്, ഞാൻ വെറുതെ ആണ് പറയുന്നത്. വിട്ടുവീഴ്ച ചെയ്യണം, വിട്ടുവീഴ്ച ചെയ്യണം. വിട്ടുവീഴ്ച പറഞ്ഞോട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നബിയുടെ വിട്ടുവീഴ്ചോട്ടെ. ഒരു ജൂതപ്പെണ്ണ് ജൂതന്മാർ ഇസ്രായേലിൽ കണ്ടില്ലേ കൊന്നെടുക്കുന്ന ആ ജൂതവംശത്തിൽപ്പെട്ട പെണ്ണ്, ആട്ടിറച്ചിയാണ് നബി തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ആ ആട്ടിറച്ചിക്കകത്ത് വിഷം കലർത്തിയിട്ട് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾക്ക് കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നു കൊടുത്തു. ബിശാത്തിൻ മസ്മൂമ. അങ്ങനെ കൊണ്ടുവന്നിട്ട് നബി തങ്ങൾ അത് കഴിക്കാൻ പോയപ്പോൾ ജിബ്രീൽ വന്ന് തട്ടിമാറ്റി. അതിൻ്റെ എഫക്റ്റ് ഉണ്ടല്ലോ, ആ വായിൽ വെച്ചതിൻ്റെ എഫക്റ്റ് മരണം വരെ നബി തങ്ങൾക്ക് ഉണ്ടായിരുന്നു. ആ വിഷം അത് കഴിച്ചതിൻ്റെ എഫക്റ്റ് മരണം വരെ ഹദീസിൽ കാണാൻ അതിലുണ്ടായിരുന്നു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറഞ്ഞ തിന്നരുത്, അത് ജൂതപ്പെണ്ണങ്ങെ കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവളെ പിടിച്ചു, പെട്ടെന്ന് ആളിനെ വിട്ട് പിടിപ്പിച്ചു. ഇവിടെ പോവാന്ന് കൊടുത്തിട്ട് ഉമർ റളിയല്ലാഹു തആല വാളൂരി കൊണ്ടുവന്ന് പറഞ്ഞു, അഫലാ നഖ്തുലുഹാ, അവളെ ഞാൻ കൊന്നു കളയട്ടെ നബിയെ. നബിയെ കൊല്ലാൻ വേണ്ട. നബി താങ്കൾ ചോദിച്ചു, നീ എന്തിനാടി എന്നെ അങ്ങനെ ചെയ്തത്? നിങ്ങളെ കൊല്ലാൻ വേണ്ടി ചെയ്തതാണെന്ന്. അള്ളാഹ് നിന്നെ ഏൽപ്പിച്ചിട്ടില്ല എന്നെ കൊല്ലാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കതാ, അള്ളാഹ് നിന്നെ ഏൽപ്പിച്ചിട്ടില്ല എന്നെ കൊല്ലാൻ, നീ എന്തിനാ പിന്നെ എന്നെ കൊല്ലുന്നു? പെട്ടെന്ന് വാളൂരി ഉമർ റളിയല്ലാഹു അൻഹു, അഫലാ നഖ്തുലുഹാ, അവളെ ഞാൻ കൊന്നു കളയട്ടെ നബിയേ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ദഅഹാ യാ ഉമറു, ഉമറേ അവളെ വെറുതെ വിട്ടേക്ക് ഉമറേ. അല്ലാഹ്, നമ്മളെങ്ങാനും ആയിരുന്നെങ്കിൽ അവളെ പൊടി പോലും ഈ ഭൂമിയുടെ മുകളിൽ വെക്കൂലായിരുന്നു. നമ്മുടെ ഉസ്താദിനെയോ ഷേഖുനായോ എല്ലാം കൊല്ലാൻ വേണ്ടി അവളെങ്കിലും വന്ന അവനെങ്ങാനും തിരിച്ച് കിട്ടിയാൽ ഇനി അവളെ കൊല്ലണ്ട, വിട്ടേരടാന്ന് പറഞ്ഞാൽ പോലും വിടൂല. അവനെ കൊണ്ടുപോയി അവിടെ അവൻ്റെ മൊത്തം ഓരോ വാരിയലിൽ ഊരി എടുത്ത് സൂപ്പ് ഇട്ടിട്ടേ വിടുള്ളൂ അവനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണ്ട വിട്ടേ. നബിയുടെ ശൈലി അങ്ങനെയാണ്. നബി വിട്ടുവീഴ്ച ചെയ്തു. അതുകൊണ്ടാണ് റഊഫ് റഹീം എന്ന പേര് കിട്ടിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇനി ധാരാളം ഉണ്ട്. വിട്ടുവീഴ്ചയേ ഉള്ളൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ മൊത്തം. നബി തങ്ങളുടെ മുന്നിൽ ഒരു കൊലയാളിയെ കൊണ്ടുവന്നു, ഒരു വലിയൊരു കുറ്റവാളിയെ കൊണ്ടുവന്നു. നബിയെ കണ്ടപ്പോൾ പേടിച്ചു പോയി അദ്ദേഹം. വലിയൊരു കുറ്റവാളിയെ വിധി കൽപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരികയാണ് നബിയുടെ മുന്നിലേക്ക്. പെട്ടെന്ന് നബിയെ കണ്ടപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി. പെട്ടെന്ന് ഞെട്ടിപ്പോയി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിൻ്റെ ഞെട്ടൽ കണ്ടപ്പോൾ പറഞ്ഞു, ഹവ്വിൻ അലൈക്, കൂൾ ഡൗൺ. ഏയ് പേടിക്കണ്ട. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് കേട്ടോളി. ഇന്നമാ അന ഇബ്നു ഇംറഅത്തിൻ മിൻ ഖുറൈശിൻ തഅകുലുൽ ഖദീദ. ഞാൻ ആരെന്നറിയുവോ സഹോദരാ? ഖുറൈശി കുടുംബത്തിലെ ഉണക്കയിറച്ചി തിന്ന് ജീവിച്ച ഒരു പാവപ്പെട്ട പെണ്ണിൻ്റെ മോനാണ് ഞാൻ. എന്നെ കണ്ടിട്ട് നീ പേടിക്കണ്ട സഹോദരാ. നബി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിർത്താം ഇല്ലേ ഉസ്താദ്? സമയമായി. ഇതാ എല്ലാവരും അങ്ങോട്ടൊക്കെ എഴുന്നേറ്റ് പോകുന്ന സമയമായോ? ബക്കറ്റ് വല്ലതും ഉണ്ടെങ്കിൽ എടുക്കും ഉസ്താദെ. പ്രസിഡന്റ് ഉണ്ടോ? ബക്കറ്റ് വല്ലതും ഉണ്ടോ? സെക്രട്ടറി എല്ലാം ഉണ്ട്. ഇല്ലാത്ത ബിദ്അത്ത് ഉണ്ടാക്കണ്ട. ബക്കറ്റ് വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ആൾക്കാർക്കല്ല. ഞാൻ പിന്നെ എല്ലാം കൂടെ ഇന്ന് മഖ്ലൂത്തായ വാളാണ്. കമ്മിറ്റിക്കാർക്കും കിട്ടി, മക്കൾക്കും കിട്ടി, മാതാപിതാക്കളും കിട്ടി, ഭാര്യയ്ക്കും കിട്ടി, ഭർത്താവിനും കിട്ടി. നബി തങ്ങളുടെ മധുവാ വലിയ ഉസ്താദെ ഒരു സാമ്പാർ അവിയൽ വാള് എല്ലാം കൂടെ ചേർന്നേ ബക്കറ്റ് എടുത്തോടെ എല്ലാവരും ഒന്ന്. എന്തായാലും നമ്മുടെ മദ്രസ, നമുക്കിവിടെ ഉസ്താദിൻ്റെ കെയർ ഓഫിൽ ഇപ്പോൾ 14 കുട്ടികളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കിവിടെ നല്ലൊരു മദ്രസയും നല്ലൊരു ദർസും കാര്യങ്ങളൊക്കെ വേണം. എപ്പോഴും നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കണം, ഇൽമ പഠിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ മക്കളെയൊക്കെ ആ വഴിയിൽ നമ്മൾ വിടണം. നമ്മുടെയൊക്കെ മക്കൾ ഖുർആൻ പഠിച്ചെങ്കിലേ നമുക്ക് ആഖിറത്തിലെ പൂക്കളായി നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ആകെ മൊത്തം ഇപ്പോൾ എൻ്റെ വാപ്പ എന്നെ ഓതാൻ വിട്ടത് കൊണ്ടാണ് അൽഹംദുലില്ലാ എൻ്റെ വാപ്പയും ഉമ്മയും ഒക്കെ സുഖമില്ലാതെ കിടന്നപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഖിദ്മത്ത് ചെയ്യാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമാണ്. പ്രസിഡൻറ്റിനെ കൊണ്ട് തുടങ്ങാം. മുസ്ലിം പറഞ്ഞു ഒരു പോക്കറ്റിൽ നിന്ന് പറഞ്ഞ എടുത്തിട്ട് ഇൻഷാ അല്ലാഹ്. അള്ളാഹു നിങ്ങളുടെ ഖിദ്മത്തിനെ സ്വീകരിക്കട്ടെ. മാഷാ അല്ലാഹ് 500 രൂപ അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ
നമ്മുടെ ഈ 3 വർഷം പൂർത്തീകരിക്കാൻ അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ. എല്ലാവരെയും നല്ല രീതിയിൽ പിണക്കാതെ മഹല്ലുകാരുടെ പൂർണ്ണ തൃപ്തിയും സംതൃപ്തിയും കരസ്ഥമാക്കാൻ അള്ളാഹു ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അതാണ് നമ്മൾ ആരുടെയും പ്രീതിയൊന്നും വേണ്ട, അള്ളാഹിൻ്റെ പൊരുത്തം കിട്ടണം. ഇൻഷാ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യണമെന്ന് തോന്നുന്നത് നമ്മളെ ഇൽമു പഠിപ്പിച്ചുകൊണ്ടാണ്. ഈ ഇൽമു ഉള്ളത് കൊണ്ടതാണ് വാപ്പായെ നോക്കാനും ഉമ്മായെ നോക്കാനും ഒക്കെ മനസ്സ് വരുന്നത്, അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ മനസ്സ് വരുന്നത്. അവർ മരിക്കല്ലേ എന്നാ ദുആ ചെയ്യുന്നത്. ഞാൻ പറയാം, ഞാൻ എൻ്റെ റബ്ബിൻ്റെ അടുക്കൽ എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്തത് എനിക്ക് അള്ളാഹ് സാധിച്ചു തന്നിട്ടുണ്ട്. ഞാൻ അവർ കിടക്കയിൽ കിടക്കുമ്പോഴാണ് ഞാൻ ഈ വാതിലൊക്കെ വരുന്നത്. ആ കിടക്കയിൽ നിന്ന് വാതിലിൻ്റെ സദസ്യ ദുആ ചെയ്ത് സന്തോഷമായിട്ട് രാത്രി പോയാലും അവരെ കണ്ട് ചിരിച്ചിട്ടേ കിടന്നുറങ്ങുള്ളൂ. പിന്നെ ലാസ്റ്റ് ഘട്ടത്തിൽ അവർക്ക് പടച്ചവൻ അത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാത്ത അവസ്ഥ എത്തിയപ്പോൾ ഞാൻ ദുആ ചെയ്ത് അള്ളാഹു നീ ഈമാനോട് മരിപ്പിക്കും. കറക്റ്റായിട്ട് അള്ളാഹ് മരിപ്പിച്ചു. ഈമാനോടുകൂടി തന്നെ ചിരിച്ച് അടുത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു. വളരെ റാഹത്തായിട്ട് അള്ളാഹു മൗഫുല്ലഹും റഹ്മത്തുള്ളാഹി പുറത്തു കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് അവർ നമ്മളെ പഠിപ്പിച്ചത് കൊണ്ടാണ് ഇവിടെ വന്നിരുന്ന് നിങ്ങൾക്കൊരു ഇൽമു പറഞ്ഞാലുള്ള ഭാഗ്യം കിട്ടിയത്, നമുക്കൊരു ഇമാമത്തിക്കാൻ ഭാഗ്യം കിട്ടിയത്. അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിച്ചാൽ ഇന്നും ഒരു സദസ്സിലും ഒരു ദുആ ചെയ്യുമ്പോഴും റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും നീ പൊറുക്കണേ പടച്ചവന് റഹ്മത്ത് ചെയ്യണമെന്ന് ചെയ്യാത്ത ഒരു ദിവസം പോലും ഇല്ല. അപ്പം നമ്മുടെ മക്കളെ നമ്മൾ ഇൽമു പഠിപ്പിക്കുമ്പം ആ ദുആ നമുക്ക് കിട്ടും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ മഹല്ലിലെ ദർസ് ഇപ്പോൾ ഉസ്താദ് 14 കുട്ടികളെ കൊണ്ട് തുടങ്ങി, നമുക്കൊരു 10-25 കുട്ടികളെ വരാം, ഇല്ലയോ? ഏറ്റെടുക്കാൻ പറ്റുമോ? ക്യാൻറ്റീൻ ഉണ്ട് ഇവിടെ, ക്യാൻറ്റീൻ സംവിധാനമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ മദ്രസയുടെ നടത്തിപ്പിന് വേണ്ടി വേണ്ടവണ്ണം എല്ലാവരും സഹായിക്കണം, ഇല്ലയോ? സഹായിക്കണം. അവർ സഹായിച്ചോളൂല്ലോ, അല്ല പിരിക്കൊന്നുമില്ലല്ലോ. എല്ലാവരും ഇല്ല ഉസ്താദ്, കാര്യമായ നിലയിൽ അതിൻ്റെ സാമ്പത്തികം, അതിൻ്റെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, പിന്നെ ഉസ്താദന്മാരുടെ ശമ്പളവും കാര്യങ്ങളും, വേറെ വരുമാനമുണ്ടോ ഈ പള്ളിക്ക്? കെട്ടിടങ്ങൾ, ബിൽഡിങ് അങ്ങനെ ഒന്നുമില്ല. AC ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ AC ഇടാതെ 15 ഫാൻ ഇട്ടിട്ട് പിശുക്ക് കാണിക്കേണ്ട കാര്യമില്ല. അതിനോട് എനിക്ക് യോജിപ്പില്ല. 15 ഫാൻ കിടന്ന് ഓടുന്ന അത്രയും പൈസ ആവില്ല AC ഇട്ടാൽ. ഇതാരും ഈ ബുദ്ധി പറഞ്ഞു കൊടുത്തത് നമുക്കറിയില്ല. AC എല്ലാം ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാങ്ക് വിളിക്കുമ്പോൾ അത് ഓണാക്കി ഇട്ടാൽ മതി, നല്ല തണുപ്പ് കിട്ടും. 24 ഇട്ടാൽ മതിയല്ലോ. ഇശാ നിസ്കാരം കഴിഞ്ഞ് ഓഫാക്കിയാൽ, ഫർള് കഴിഞ്ഞ് ഓഫാക്കിയാൽ ആ സുന്നത്തിൽ ആ ചെറിയ ഫാൻ ഇടുമ്പോൾ പിന്നെ ഇത് ബർക്കത്തിട്ടു. ഇത് AC ഓഫാക്കി ഇട്ടിട്ട് ഫാൻ 15 എണ്ണമാണ് കറങ്ങുന്നത് അകത്ത് 4 സഫിന് വേണ്ടിയിട്ട്. എത്ര കറണ്ടാവും? KCB കാരോടൊന്ന് ചോദിച്ചു നോക്ക്. എന്നിട്ട് നമ്മുടെ കാക്ക ഇവിടെ ഉണ്ടാകുന്നില്ല KCB എടുത്ത് എങ്ങനെയൊക്കെയാണ് കറണ്ട് ചിലവാകുന്നത്. നാട്ടിലിരിക്കില്ലേ, ഞങ്ങളുടെ നാട്ടിലൊക്കെ വന്ന് KCBയിൽ ജോലി ചെയ്ത ആളാണ്. 15 ഫാൻ കിടന്ന് 5 കറങ്ങല്ലേ ഉസ്താദെ. അപ്പോൾ അത്രയും പോലും ചിലവാവില്ല ഇപ്പോഴത്തെ 5 സ്റ്റാർ AC-ക്ക്. ബാങ്ക് വിളി, നമ്മൾ അതിനു വേണ്ടിയല്ലേ ആളുകൾ വഖഫ് ചെയ്തത്, റാഹത്തായിട്ട് നിസ്കരിക്കാനല്ലേ. ഈ ചൂടത്ത് വന്നിട്ട് എന്തിനാ ഈ ഫാനിൻ്റെ പുറകെ നിസ്കരിക്കുന്നത്? അതവിടെ കിടക്കട്ടെ. ബാങ്ക് വിളിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് പറ, ബാങ്ക് വിളിക്കുമ്പോൾ ഓണാക്കി ഇടാൻ പറ. ഞങ്ങളുടെ പള്ളിയിൽ 40,000 60,000 ബില്ല്. ഇപ്പോൾ സോളാർ വെച്ച്, നിങ്ങൾ സോളാർ വെക്കി, സോളാറും കൂടെ വെക്കി. നിങ്ങൾ പുതിയ കമ്മിറ്റി പരിഷ്കാരം തുടങ്ങുക, പുതിയ ഓരോ സിസ്റ്റങ്ങൾ. പുലൂസൊക്കെ വരും, അടുത്ത ആളിനെ വിളിച്ച് പ്രസംഗിപ്പീര്, അടുത്ത പുലൂസൊക്കെ ഉണ്ടാക്കി തരാം. അടുത്ത സോളാർ പ്രഭാഷണം ഉണ്ടായിരിക്കുന്നതാണെന്ന് പറഞ്ഞൊരു പുതിയൊരു ടൈറ്റിലൊരു പ്രസംഗം വെക്കി. ഞാൻ ഇന്നലെ ഒരു പള്ളിക്ക് വേണ്ടി സോളാറിനെ പിരിച്ചു കൊടുത്ത് 18 ലക്ഷം രൂപ വേണം, 10 ലക്ഷം രൂപ പിരിച്ചു കൊടുത്ത് 8 ലക്ഷം നിങ്ങൾ പോയി പിരിച്ചോളാൻ പറഞ്ഞു. പറ്റുന്നതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സോളാർ ഞങ്ങളുടെ പള്ളിക്ക് നമ്മൾ ഓഫർ ചെയ്യിപ്പിച്ചു കൊടുത്ത മുക്കത്തർ ജുവലറിക്കാർ 34 ലക്ഷം രൂപ പള്ളി. അത് പ്രായത്തായി 60,000 രൂപ ഒരു മാസം ബില്ല് വരും. ഇപ്പോൾ 7,000 രൂപ വന്നുകൊണ്ടിരിക്കുന്നത്. AC ഫുള്ള് 5 വക്കത്തും ഫുള്ളിടും. 5 വക്കത്തും സെൻട്രൽ AC ആണ്. റാഹത്തായിട്ട് നിസ്കരിക്കട്ടെന്ന ആളുകൾ ഈ AC വെച്ചിട്ട് നമ്മൾ ചുമ്മാ വരെ സുബൈക്ക് മാത്രം ഫാൻ ഇട്. 15 ഫാൻ, ഞാൻ ഇങ്ങനെ എണ്ണി നോക്കി, എത്ര 15 ഫാനില്ലേ? 15 ഫാൻ 5-ൽ കിടന്ന് കറങ്ങാണ്. എത്ര കറണ്ട് ചിലവാകും ഇല്ലേ കാക്ക? എത്ര ഇല്ലേ? നല്ല കറണ്ട് ആവൂലേ? AC ഒരു 4 എണ്ണം ഒരു 15-20 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല തണുപ്പ് കിട്ടും. പിന്നെ ഒരു 2 ഫാൻ ഇട്ടാൽ മതി ചെറുതായിട്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അള്ളാഹു നമ്മുടെ നാട്ടുകാർക്കും ഇവിടെ എന്നെ വിളിച്ചവർക്കും ജമാഅത്ത് ഭാരവാഹികൾക്കും ഉസ്താദ് കമ്മിറ്റി നമ്മുടെ സുഹൃത്തുക്കൾ ആലിമീങ്ങൾ മുതഅല്ലിമീങ്ങൾ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇത്രയും സമയം ക്ഷമിച്ചിരുന്ന നിങ്ങൾക്ക് 9:30, 10:30, 11:30 2 മണിക്കൂർ എന്നെ വിളിച്ചവർ പറഞ്ഞ് 8:40 അങ്ങോട്ട് പോവില്ല ഉസ്താദെ, 10:10 നിർത്താമെന്ന്. ആ പറഞ്ഞ ആളിനെ കാണാനേ ഇല്ല, അവിടെ ഫോൺ പോലും ഇല്ല. വിളിച്ചപ്പോൾ ഇന്ന റക്കമല്ലതി തലത്തഹു ഗൈറു മൗജൂദ്, ഇന്ന റക്കമല്ലതി തലത്തഹു ഗൈറു മൗജൂദ്. അവിടെ ഇരിപ്പോൾ 8:40. അല്ലാ എന്തായാലും കൊള്ളാം, അൽഹംദുലില്ലാ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ.